ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വില്ലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി കഴിഞ്ഞിട്ട് മുടിക്കൂട് എന്നൊരു ഭാഗത്താട്ടാ. അതായത് പട്ടിക്കാടിനും അടുത്ത് മണ്ണുത്തിക്കും അടുത്ത് എല്ലാം കൊണ്ട് പോകാൻ സൗകര്യമുള്ള ഒരു ഏരിയ എന്ന് പറയാം. വീടിൻ്റെ മുൻവശം നമുക്ക് കാണാം, വീതി കൂടി ഒരു ടാറിനോടെ കൊടുത്താണ്. വീടുകൾ വർക്കടങ്ങ് തന്നെ ഓൾറെഡി മണ്ണൊക്കെ ആയിട്ടുള്ളതാണ്. നല്ല വീതി കൂടി ടാറിനോട് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ എല്ലാ വീടുകളും ഓൾറെഡി കുറേ വീടുകളിലെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. ഒന്നോ രണ്ടോ വീടുകൾ വർക്കിന് കഴിയാനുള്ളൂ. എല്ലാം ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ളൊരു വീടാണിത്. 5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. 1700 സ്ക്വയർ ഫീറ്റിൽ നല്ല വീതി കൊടുത്ത് സ്ലൈഡിങ് ഗേറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ ഈ കാണുന്നൊരു ഭാഗത്ത് ഇനി ഇതിലൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്ത് കുറച്ച് പെയിൻറ്റിങ് ഉള്ളൂ. ബാക്കി ഉള്ളിലൊക്കെ എല്ലാ വർക്കും ഓൾറെഡി സെറ്റാണ്. വലിയ നോവ പോലുള്ള വാഹനം നമുക്ക് ഇവിടെ കയറ്റി നിർത്താട്ടോ. ടെസ്റ്റ് വർക്കുകളും LED ബൾബുകളും ഇതെല്ലാം അടിപൊളി സൂപ്പർ എലിവേഷൻ കൂടിയാണ് വീട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ വെള്ളമാണ് കേട്ടോ. ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളമൊന്നും കയറില്ല. അത്ര വലിയ വേനൽക്കാലം വന്ന വെള്ളം പറ്റില്ല. അങ്ങനത്തെ നല്ലൊരു സൂപ്പർ ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 3 ബെഡ്റൂമോട് കൂടി 1700 സ്ക്വയർ ഫീറ്റ് ആട്ടെ വീട്ടിൽ. നല്ല വലിയൊരു വീതി കൂടിയ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഡബിൾ പാളി ഡോറ്, അത് തേക്ക് കൂടിയിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കയറി വരുന്നൊരു ലിവിങ് ഹാളാണ്. നല്ല വീതി കൂടി ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2x4 സൈസ് കേട്ടോ. ലിവിങ് ഹാളിൽ ഹോൾ സീലിംഗ് വർക്കൊക്കെ സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ട് LED ബൾബൊക്കെ ചെയ്തിട്ട് നല്ല കളർഫുള്ളാക്കിയെന്ന് പറയാം. അതുപോലെ ലൂർ വർക്കൊക്കെ ചെയ്തിട്ട് അടിപൊളി ഒരു TV ഉണ്ട് കണ്ട. ലൂർ വർക്കൊക്കെ മുകളിൽ കൊടുത്തിട്ട് LED ബൾബൊക്കെ ചെയ്തിട്ട് സൂപ്പറാക്കിയെന്ന് പറയാം ലിവിങ് ഹാള്. അതുപോലെ ലിവിങ് ഹാളിൽ ഈ ഒരു സൈഡിൽ ഒരു ആർച്ചൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. അതേ മാറ്റിൻ്റെ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേ വീതി കൂടി ടൈൽ തന്നെ. ഈ ഒരു ഭാഗത്ത് കണ്ട നമുക്ക് സ്ലൈഡ് ചെയ്യുന്ന ഒരു കോട്ടിയാട് മാറിയാട്ടോ നമുക്ക് പുറത്തേക്ക് കിടക്കാം ഡൈനിങ് ഹാളിൽ നിന്നേ. ഇവിടെയും ലൂവർ വർക്കും ഉണ്ട് കേട്ടോ. ഇതേപോലെ പ്രൊഫൈൽ വർക്കുകളുണ്ട്, LED ബൾബുകളുണ്ട്, എല്ലാം സൂപ്പറാക്കിയെന്ന് പറയാം. ഡൈനിങ് ഹാളും സ്ലൈഡ് ചെയ്താൽ നമുക്ക് കണ്ട ഒരു കോട്ടിയാട് മാറ്റി നമുക്ക് ഇനി ഈ കാണുന്ന ഭാഗത്തൊക്കെ കളർ ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്ത് തരും. അങ്ങനത്തെ ചെറിയ വാക്ക് മാത്രമാണ് ഓൾറെഡി ഇവിടെ ബാലൻസ് ആയിട്ടുള്ളൂ എന്ന് പറയാം. ബാക്കി ഉള്ളതൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ. ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. അതേ മാച്ചിൻ്റെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഞാൻ അപ്പോക്സി മാത്രമാണ് കുറച്ച് ബാലൻസ് ആയിട്ടുള്ളൂ കേട്ടോ. ധാരാളം വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വെളിച്ചം കയറാൻ വിധത്തിൽ. കൺസീൽഡ് ആയിട്ടാണ് LED ബൾബ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വാർഡ്രോബ്സ് കാണാം നമുക്ക്. ഒരു വുഡ് ടൈപ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലെ ലൂവർ വർക്കിലൊക്കെ വെച്ചിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് അടക്കം കൊടുത്തിട്ടെന്ന് പറയാം. അറ്റാച്ച്ഡ് ബാത്റൂം കേട്ടോ. നല്ല തരം കമ്പിയുടെ മെറ്റീരിയലാട്ടോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും വീതി കൂടിയ ടൈലാണ് വാൾട്ടൈലിനായിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. ഡൈനിങ് ഹാളിൻ്റെ സൈഡിൽ നിന്നാണ് ഇതും കൊടുത്തിരിക്കുന്നത്. അതേ മെഷീനിൽ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. മുകൾ വശത്ത് ഇവിടെ കൺസീൽഡ് ആയിട്ട് LED ബൾബും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്സ് ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയിട്ട് ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. മൊത്തം 3 ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ പോയിൻ്റൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഹീറ്ററിൻ്റെ പോയിൻറ്റ് എല്ലാം ഓൾറെഡി സെറ്റാന്ന് പറയാം. ഇനി വേറൊരു വർക്ക് കൂടെ പ്രത്യേകിച്ച് കുട്ടി പൊടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. വാശേരി ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ വീടിൻ്റെ പ്രത്യേകത. ലൂർ വർക്കൊക്കെ ചെയ്തിട്ട് LED ബൾബൊക്കെ കൊടുത്തിട്ട് ഹാങ്ങിങ് ബൾബൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡാന്ന് പറയാം വീടേ. ഓപ്പൺ കിച്ചണായിട്ട് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിച്ചു. 2 സൈഡിലും ധാരാളം കവർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തും ധാരാളം കവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ കണ്ട വലിയൊരു ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ വർക്കും ഓൾറെഡി ഒരു സെറ്റാന്ന് പറയാം. ഇത് വേറൊരു വർക്കിലൂടെ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഒരു ഓപ്പൺ ആയിട്ടാണ് വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഇവിടെയും അതേ മാച്ചിൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്ക് എല്ലാം ഇവിടെ ഓൾറെഡി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. വർക്ക് ഏരിയ നമ്മൾ പുറത്തേക്ക് കിടക്കുന്നൊരു ഭാഗമാട്ടത്. ഇവിടെ ഈ കാണുന്ന ഭാഗത്തൊക്കെ ബേബി മെറ്റൽ വിരിച്ചിക്കുക. വില ചെടികളൊക്കെ വെക്കുന്നുണ്ടെങ്കിലേ നമുക്കത് മാറ്റിയാൽ തൈകളൊക്കെ വെക്കാൻ പറ്റുന്ന വിധത്തിൽ ചെയ്തിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലത്താട്ടെ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മാവും തൈ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോമൺ ബാത്റൂം പുറത്തായിട്ടേ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോമൺ ബാത്റൂം ഒരു സൈഡിലായിട്ട് ഇന്ത്യൻ ക്ലോസറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമോട് കൂടിയ ഈ വീട്ടിന് കൂട്ടുമ്പോൾ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ കേട്ടോ. ഫുൾ ലെങ്ത് ഒരു വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ്സൊക്കെ ചെയ്തിട്ട് ബാക്കിലേ 65 ലക്ഷം രൂപ പറഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈറ്റ് നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാട്ടോ. മുകൾ വശത്തെ വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. LED ബൾബൊക്കെ ചെയ്തിട്ടേ ഈ ഭാഗത്ത് അതായത് പ്രൊഫൈലാണ് ചെയ്തിരിക്കുന്നത്. അധികം കറണ്ട് ബില്ലൊന്നും വരില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് ബൾബുകളാണ് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡ് TV യൂണിറ്റ് മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട്.
മുളച്ചതായിട്ട് ഒരു TV യൂണിറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് പറയാം. ഈ ഒരു സൈഡിൽ കണ്ട ഒരു സൈഡായിട്ട് ഒതുക്കിയിട്ട് കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ലൂവർ വർക്കൊക്കെ ചെയ്തിട്ട് PVC-യിലാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ. ഇവിടെയും അതേ മാറ്റിൻ്റെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ധാരാളം വിൻഡോസും കൊടുത്തിട്ടുണ്ട്. കൺസീൽഡായിട്ട് LED ബൾബും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതായത് നമുക്ക് വാൾ ടോപ്സ് കിട്ടിയിട്ടുണ്ട്, ഡ്രസ് യൂണിറ്റ് ആയിട്ട്. അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാത്തരം വിഭാഗം ആളുകളുടെ ആരാധനാലയങ്ങളൊക്കെ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ കേട്ടോ. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ വിഭാഗം ആളുകളുടെയും. അതുപോലെ സ്കൂളുകളായാലും അതെ, സെൻട്രൽ സ്കൂളായാലുണ്ട്, മറ്റേ ഡോൺ ബോസ്കോ സ്കൂളുണ്ട്. അതുപോലെ തൃശ്ശൂർ ടൗണിലേക്ക് എല്ലാ സ്കൂളിലെയും ബസ്സിലൂടെ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മുകളിലത്തെ ഓപ്പൺ ബാൽക്കണിയാണിത്. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും. ബസ് റൂട്ടിലേക്ക് നദിയില്ല, അതുപോലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡായാലും കടകളായാലും ഒക്കെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയാം. 1 കിലോമീറ്റർ ചുറ്റളവിലേ. ഓപ്പൺ ടെറസാണ് ബാക്കിലത്തെ. താഴെയും നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ മുകൾ വശത്തായിട്ടും കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീനിലെ പോയിൻ്റ്. ഈ ഒരു സൈഡിലാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റയർ ഒതുക്കി കൊടുത്തിരിക്കുന്നത്. 65 ലക്ഷം രൂപ നമുക്ക് സൈറ്റിൽ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാമെന്നുള്ളൂ. അടുത്ത വീഡിയോസുമായി വരുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.